സിനിമാ മേഖലയിൽ സ്ത്രീകൾ രൂപപ്പെടുത്തിയ WCC എന്ന സംഘടന അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് അന്വേഷണ കമ്മിറ്റി ഉണ്ടായതും കുറച്ചു പേരെങ്കിലും റിസ്ക് എടുത്ത് ആ കമ്മിറ്റിക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതും. ഇതിൽ നിന്നാണ് ഇത്രയധികം പരാതികൾ ഉയരുന്നത്. 8 ദിവസമായി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 8 ദിവസത്തിനുള്ളിൽ 15ഓളം ആളുകൾക്കെതിരെയാണ് പരാതിയും ആരോപണങ്ങളും ഉള്ളത്. ഇതിനിടയിൽ പല നാടകങ്ങളും കണ്ടു. സിനിമാക്കാരുടെയും സർക്കാരിന്റെയും അഭിനയങ്ങൾ കണ്ടു. പക്ഷേ വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. സിദ്ദിഖ്, ഇടവേള ബാബു, രഞ്ജിത്ത് തുടങ്ങി ഇപ്പോഴും പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇന്നത്തെ വിവരങ്ങൾ കാണാം. ഹരിമോഹന്റെ റിപ്പോർട്ട്. 2018 ഉയർന്നു വന്ന മീറ്റു ക്യാമ്പയിന് ശേഷം സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ശക്തമായി തുറന്നുപറച്ചിലുകളും വെളിപ്പെടുത്തലുകളും ഉയർന്നു വന്ന കാലഘട്ടം കൂടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള കാലം, അല്ലെങ്കിൽ പോസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് അതിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള സാക്ഷിമൊഴികളാണ്. മലയാള സിനിമാ ലോകത്ത് നമ്മൾ കരുതിയതിനേക്കാൾ വലിയ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും തൊഴിൽ നിഷേധങ്ങളും ലൈംഗിക ക്രൂരതകളും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രത്യേകത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള മൊഴികളിൽ കൃത്യമായ അന്വേഷണം നടത്തണം, അതിന് സർക്കാർ നിർദ്ദേശിക്കണം, സർക്കാർ ഉത്തരവിടണമെന്നുള്ളത്. പക്ഷേ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ അതേക്കുറിച്ച് പറഞ്ഞത് ഒരു തരത്തിലുള്ള നിയമ നടപടിക്കും ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നില്ല. ജസ്റ്റിസ് ഹേമയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ശുപാർശകളും ലഭിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പരാതികൾ ലഭിക്കുമെന്നുള്ള ഉറപ്പോ അവർ നൽകിയിട്ടില്ല. മാത്രമല്ല, ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ കൃത്യമായി പറയുന്നത് ഇവർ ഒരിക്കലും ഒരു മൂന്നാം കക്ഷിയുടെ മുന്നിൽ ഇനി പരാതികളുമായി വരില്ല എന്നുള്ള ഉറപ്പ് ഹേമ കമ്മിറ്റി കൊടുത്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് അധിക ദിവസം കാലാവധി ഉണ്ടായിരുന്നില്ല. തുറന്നു പറച്ചിലുകളും വെളിപ്പെടുത്തലുകളും വീണ്ടും പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തേക്ക് അത് മാറി. ആദ്യമായി വന്ന ആരോപണം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ. അത് ഉയർത്തിയത് ബംഗാളി നടി ശ്രീലേഖ മിത്ര. ശ്രീലേഖ മിത്രയുടെ ആരോപണം വളരെ ഗുരുതരമായിരുന്നു. അത് ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് 37 മണിക്കൂറിന് ശേഷം രഞ്ജിത്തിന്റെ കസേര തെറിപ്പിച്ചു. അതിനിടയിൽ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് നടി രേവതി സമ്പത്ത് ഉയർത്തിവിട്ട ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസ്റ്റുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികൾ മണിക്കൂറുകൾക്കുള്ളിൽ ആരോപണം വന്ന ശേഷം രാജിവെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറി. കൂടുതൽ തുറന്നുപറച്ചിലുകൾ വരുന്ന ഒരു കാലം കൂടിയായി ഇത് വന്നു. ഇന്നലെയും ഇന്നുമായി നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ സമൂഹത്തിൽ നമുക്ക് പരിചയമുള്ള വ്യക്തികൾ വരെ ഇത്തരത്തിൽ ലൈംഗിക ക്രൂരതകൾക്കിരയാകുന്നു എന്നുള്ള വാർത്ത അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ കേട്ടത് കേരളം ഞെട്ടലോടുകൂടിയാണ് കണ്ടുനിന്നത്. ഒടുവിൽ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. പ്രതിപക്ഷം അടക്കം ഉയർത്തിയ കേസെടുക്കണം എന്നുള്ള ആവശ്യത്തിന്മേൽ ആദ്യമായി സർക്കാർ പ്രതികരിച്ചു. അതും പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടുവന്ന്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ G. സ്പർജൻ കുമാർ നേതൃത്വം നൽകുന്ന 7 അംഗ അന്വേഷണ സംഘത്തിൽ 4 IPS ഉദ്യോഗസ്ഥരാണുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ കൃത്യമായി നൽകി. ഔദ്യോഗികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന്റെ പരിധിയിൽ വരില്ലെങ്കിൽ പോലും അതേ തുടർന്ന് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആരോപണങ്ങൾ ഉന്നയിച്ച എല്ലാവരുമായും അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇന്ന് രാത്രിയിൽ ഉണ്ടായി. ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആദ്യമായി ആരോപണം ഉന്നയിച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് നഷ്ടപ്പെടാനിടയായ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര പരാതി നൽകിയിരിക്കുന്നു. അതും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് വ്യക്തമായി എഴുതി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ലൈംഗിക താല്പര്യത്തോടുകൂടി രഞ്ജിത്ത് തന്നെ സമീപിച്ചു എന്നുള്ളതാണ്. രഞ്ജിത്തിനെതിരെ ലൈംഗിക ആക്രമണം നടത്തി എന്നുള്ളതും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതും കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണം എന്നുള്ളതാണ് ശ്രീലേഖ മിത്ര പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കാര്യം. അന്വേഷണ സംഘം ബന്ധപ്പെട്ട ആളുകൾ ഒന്നടങ്കം പരാതി നൽകാൻ തയ്യാറായാൽ അത് പല ആളുകൾക്കും കൂട്ടരാജിക്കും, ഒരുപക്ഷെ പല ആളുകളെ നമ്മൾ സമൂഹത്തിൽ ഇന്നേ വരെ നല്ല നിലയിൽ കണ്ടിട്ടുള്ള ആരാധക വൃന്ദമുള്ള അമ്മയുടെ അടക്കം അംഗം ആയിട്ടുള്ള സിനിമാ മേഖലയിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ വരെ നേടിയ വ്യക്തികൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പരാതികൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ പോലീസിന് കേസെടുക്കേണ്ടി വരും. കേസെടുത്തു കഴിഞ്ഞാൽ കൃത്യമായ നിയമ നടപടികളിലേക്കും സർക്കാരിന് കടക്കേണ്ടി വരും. അത്തരമൊരു സമ്മർദ്ദഘട്ടത്തിൽ കൂടി സർക്കാർ കടന്നു പോകുന്ന സാഹചര്യമാണിത്. എന്തായാലും ആരോപണ വിധേയരുടെ കൂട്ടത്തിൽ വമ്പന്മാർ വരെയുണ്ട്. രഞ്ജിത്ത് കഴിഞ്ഞാൽ സിദ്ദിഖായിരുന്നു. സിദ്ദിഖ് കഴിഞ്ഞാൽ അടുത്ത പേരുകൾ ഉയർന്നു വരുന്നു. MLA-യും നടനുമായ മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ അടക്കമുള്ള ആളുകൾ ഈ ആരോപണ വിധേയരുടെ കൂട്ടത്തിലുണ്ട്. ഇവർക്കെതിരെ എന്തൊക്കെ നടപടികൾ അതാത് സംഘടനകളും സർക്കാരും സ്വീകരിക്കുമെന്നുള്ളത് കൂടി ഈ നിമിഷം നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
യെസ്, ഹരിമോഹൻ പറഞ്ഞതുപോലെ ഇത്രയധികം ആരോപണങ്ങൾ വരുന്നു. നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, അത് ഇത്തരത്തിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ വരെ ഉണ്ടായിട്ടും ഏത് തരത്തിലാണ് സർക്കാർ അതിൽ പ്രതികരിച്ചത്, ഏത് തരത്തിലാണ് ആരോപണ വിധേയർ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നും. കാരണം ഇന്നത്തെ ചില പ്രതികരണങ്ങൾ തന്നെ കണ്ടാൽ ഈ ആരോപണങ്ങൾക്ക് ശേഷം, ഈ സ്ത്രീകൾ ഉന്നയിച്ച പരാതികൾക്ക് ശേഷം ഈ ആരോപണ വിധേയരായ ആളുകൾ പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് രാവിലെ ആദ്യം വന്നത് നടി മിനുവിന്റെ ആരോപണമാണ്. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ അടക്കം 6 പേർക്കെതിരെയാണ് ആ ആരോപണം ഉന്നയിച്ചത്. 6 പേർക്കെതിരെയും പോലീസിൽ പരാതി നൽകുമെന്നും മിനു പറഞ്ഞിരുന്നു. ആ വാക്കുകൾ പ്രേക്ഷകർ കേട്ടതുമാണ്. അതിനോട് എങ്ങനെയാണ് മണിയൻപിള്ള രാജു പ്രതികരിച്ചതെന്ന് ആദ്യം നോക്കാം. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ എല്ലാവരും പുറത്തു വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്നറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. ഒരു സുതാര്യത വേണം. സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നതാണ്. യെസ്, ഈ പ്രതികരണമാണ്. അതായത് ഇനിയും ആരോപണങ്ങൾ വരും. വളരെ നിസ്സാരമായിട്ട് ഒരു ആരോപണത്തെ, ഇല്ലെങ്കിൽ ഒരു ലൈംഗിക അതിക്രമത്തെയാണ് ഇത്രയധികം നിസ്സാരമായിട്ട് മണിയൻപിള്ള രാജു പറഞ്ഞു തള്ളിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അതിന് പ്രതികരിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഈ ആരോപണത്തോട് അദ്ദേഹം കാണിച്ച മനോഭാവം, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്ന ആ രീതി, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും പണത്തിന് വേണ്ടിയൊക്കെ ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരം വാർത്തകൾ നിൽക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റ്, ഒരു സാധാരണ ആളിടുന്ന കമന്റ് പോലെ മണിയൻപിള്ള രാജു പ്രതികരിച്ചു എന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു പണത്തിന് വേണ്ടിയാണോ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ഇത്രയധികം ആളുകൾക്കെതിരെ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പരാതിയിലെ കഴമ്പ് അന്വേഷിക്കേണ്ടതുണ്ട്, അവർ നിയമപരമായി നീങ്ങേണ്ടതുണ്ട്. ഇതെല്ലാം ശരിയാണ്. അത് വെച്ചുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച, ഇല്ലെങ്കിൽ ഈ പീഡനം നേരിട്ടു എന്ന് പറയുന്ന സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ മണിയൻപിള്ള രാജു പ്രതികരിച്ചു എന്നുള്ളതാണ് ഇന്ന് ആദ്യം വന്ന ആരോപണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ സ്ത്രീ മുഖം മറയ്ക്കാതെ, അതായത് തനിക്കെതിരെ ആരോപണവുമായി വന്നിരിക്കുന്ന സ്ത്രീ മുഖം മറയ്ക്കാതെ രംഗത്ത് വരണമെന്നാണ് ബാബുരാജ് ആവശ്യപ്പെടുന്നത്. സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആലുവയിലെ വീട്ടിലേക്ക് വിളിപ്പിച്ചു, എന്നിട്ട് പീഡനം എന്നുള്ള പരാതി ആ പെൺകുട്ടി പറഞ്ഞത്. അതിനെതിരെയാണ് ബാബുരാജ് പറഞ്ഞത്. അത് കേൾക്കാം. ആദ്യമേ വേണ്ടത് ആരാണ് ഈ പരാതിക്കാരി എന്ന് എനിക്ക് അറിയണമല്ലോ. ഇത് ഇവര് കാണാമറയത്ത് ഇരുന്നിട്ട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ആരാണ് പരാതിക്കാരി എന്ന് പറയണം. ഞാൻ പറയുന്നത് ഇവർ സിനിമാക്കാരി അല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ എന്റെ റിസോർട്ടിൽ വർക്ക് ചെയ്ത, ഒരു 3 വർഷത്തോളം എന്റെ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരു സ്ത്രീയാണ്. അവര് നമ്മുടെ പല സിനിമാക്കാരും ചാനലുകാരും കൂടി പൈസ സ്വാധീനിച്ചിട്ട് അവരെ കൊണ്ട് പറയിച്ചിരിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ള ആരോപണം. സെക്രട്ടറി ആകാൻ പോണെന്ന് കണ്ടോടനെ കുറെ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം കൊണ്ട് തെളിയും. ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് 2 ദിവസം കൊണ്ട് മനസ്സിലാവും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ കംപ്ലൈന്റുകൾ ഇല്ലാണ്ടായി പോയി. 2019 അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വന്നാൽ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെ നിസ്സാരവൽക്കരിക്കപ്പെടും. ഞാനത് ഇതിന് വേണ്ടിയിട്ട് ഇനി എന്റെ സ്ഥാനം ഉപേക്ഷിക്കാനോ അമ്മേനെ മെമ്പർഷിപ്പ് വരെ രാജിവെക്കാനോ ഒക്കെ ശരിയാണ്. പക്ഷെ ആരാണെന്ന് മനസ്സിലാവട്ടെ. സിനിമാക്കാരൊക്കെ പേടിച്ചിരിക്കുക, ആർക്കും എന്തും പറയാം. അതും ശരിയല്ലല്ലോ. ഇവരുടെ അക്കൗണ്ട് പരിശോധിക്കണം. ഇതിപ്പോ 2 ദിവസം കൊണ്ട് എല്ലാം പുറത്താവും. യെസ്, ഇതും അതേപോലൊരു പ്രതികരണം. ആർക്കും എന്തും പറയാം എന്ന് ബാബുരാജ് പറഞ്ഞതിനോട്, അതായത് ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായിട്ടും അതിനോട് അനുയോജിക്കുന്നുണ്ടാവും, മറ്റുള്ളവർ വിയോജിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതിൽ ആരൊക്കെ സത്യം പറയുന്നു എന്നതൊക്കെ തെളിയേണ്ടതുണ്ട്. നിയമപരമായി ഇത് പരിശോധിക്കേണ്ടതാണ്. കേസ് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുമാണ്. പക്ഷേ നിലവിൽ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഇതാരാണ് എന്ന് തനിക്ക് കാണണം. അതായത് മുഖം മറയ്ക്കരുത് എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യത, നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഈ ഇരകൾക്കും ഈ വേട്ടക്കാർക്കും ഉള്ള സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള തരത്തിലൊക്കെ അതിൽ നിന്ന് പേരുകളൊക്കെ ഉള്ള ഭാഗം എടുത്തു മാറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പുറത്തു വന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്ന സമൂഹത്തിൽ തന്റെ പേരോ താൻ ആരാണെന്നോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക ആരോപണത്തിനുമേൽ ബാബുരാജിനെ പോലെ ഒരാൾ ആ പേര് കാണണം, ഇല്ലെങ്കിൽ ഇതാരാണ് വ്യക്തി എന്നറിയണം, മുഖം മറയ്ക്കാതെ വരാൻ പറയൂ എന്ന് പറയുന്നത്. ഇത് നേരത്തെ തന്നെ നമുക്കറിയാം. നേരത്തെ ഈ ഇരകളും വേട്ടക്കാരും തമ്മിലുള്ള ഒരു ചർച്ചയിലേക്കൊക്കെ സർക്കാർ ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് കൂട്ടമായി ആലോചിച്ച് കാര്യങ്ങൾ പരിഹരിക്കും
പരിഹരിക്കാം എന്നുള്ള തരത്തിലേക്കൊക്കെ നേരത്തെ അത്തരത്തിലൊരു ചർച്ചകൾ നടന്നിരുന്നു. അത് സർക്കാർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അതായിരുന്നു എക്സാക്ട്ലി അത് ചിന്തിച്ചത് ഇല്ലെങ്കിൽ ആലോചിച്ചിരുന്ന ഒരു കാര്യം. പക്ഷേ അതുപോലെ സർക്കാർ അന്ന് ചെയ്തതുപോലെ ഇല്ലെങ്കിൽ ആ രീതിയിലൊരു കാര്യമാണ് ബാബുരാജ് ഈ വിഷയത്തിൽ പറയുന്നത്. അതായത് പരാതിപ്പെട്ട ആൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു ഇല്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന ആളുടെ മുഖം കാണണം എന്ന് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരോപണ വിധേയനായിട്ടുള്ള ആൾ പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആരോപണ വിധേയനായ മറ്റൊരാളാണ് MLA M മുകേഷ്. ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കണം, പ്രത്യേകിച്ച് മുകേഷിന്റെ കാര്യത്തിൽ. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഈ ആരോപണ വിധേയനായ M മുകേഷ് MLA ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നയരൂപീകരണ സമിതി സർക്കാർ രൂപീകരിച്ചത്. അതായത് ഈ പ്രശ്നങ്ങൾ വരിക, അത് ചർച്ച ചെയ്യുക, അതിലൊരു തീരുമാനത്തിലേക്കോ ഇതിൽ പരിഹരിക്കാനുള്ളൊരു മാർഗത്തിലേക്കോ ഒക്കെ കാര്യങ്ങൾ എത്തിക്കുക. എന്തൊക്കെയാണ് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. ആ റിപ്പോർട്ടിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കാനായിരിക്കും ഒരുപക്ഷെ സർക്കാർ മുൻകൈയെടുത്ത് അത്തരത്തിലൊരു നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത്. ഈ സമിതിയിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുകേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമാ കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിക്കാത്തതാണ് ഉചിതം എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കുന്നില്ല. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായ പ്രേംകുമാർ പോലും അങ്ങനെ പങ്കെടുക്കാതിരിക്കുന്നതാണ്, അതായത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായങ്ങൾ പലരും രേഖപ്പെടുത്തുമ്പോഴും ഇതുവരെ ഈ നിമിഷം വരെ മുകേഷിനെ അതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കാൻ കാരണമായ ആരോപണത്തിന് ശേഷം സംസ്ഥാന സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലേക്കും പ്രതിരോധത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. MLA കൂടിയായ മുകേഷിനെതിരെയാണ് ആരോപണം എന്നുള്ളതാണ് സർക്കാരിനെ ഇത്രയധികം പ്രതിരോധത്തിലാക്കുന്നത്. CPM MLA ആയ മുകേഷിനെതിരെ, നടനും കൂടിയായ മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒന്നിലധികമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2018 ഒരു സ്വകാര്യ ടെലിവിഷൻ പരിപാടിക്കെതിരെ മുകേഷ് മോശമായി പെരുമാറി എന്നുള്ള ആരോപണം ഉന്നയിച്ച അതേ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് ഒരിക്കൽ കൂടി ആരോപണവുമായി രംഗത്ത് വരാനുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ആരോപണവുമായി ഇന്ന് മിനു എന്ന് പറയുന്ന നടി കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിവിട്ടിരിക്കുകയാണ്. അടുത്തതായി ഇനി ഏറ്റവും അധികം വിവാദത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്നിട്ടത് മുകേഷിനെ ഉൾപ്പെടുത്തിയ ഒരു സമിതിയാണ്. അതായത് സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായി സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സമിതി, ആ സമിതിയിൽ മുകേഷ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യം. അതായത് ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ സിനിമാ നയരൂപീകരണം ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തു നിന്നും ഒപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ചോദ്യം. സർക്കാർ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ ആ മുകേഷിനെ എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് പീഡനാരോപണമാണ്. ആ പീഡനാരോപണം ഒന്നിലധികം ഉണ്ട് താനും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സിനിമാ നയം രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഔദ്യോഗികമായി ഒരു ഉത്തരവിറക്കുന്നത്. ഒന്നുകിൽ ആ സമിതിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കുക, അതല്ലെങ്കിൽ മുകേഷിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുക. ഇത് രണ്ടും സർക്കാരിന് മുന്നിലുണ്ട്. പക്ഷേ ഇതേവരെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സർക്കാരിന് അതിൽ അനക്കമില്ല. സ്ത്രീ സുരക്ഷ എന്നുള്ളത് സർക്കാർ ആവർത്തിക്കുമ്പോഴും അന്വേഷണ സമിതിയെ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തെ ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ പോലും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയത് കടുത്ത പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനു മുമ്പ് സമിതിയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സ്വാഭാവികമായിട്ടുള്ള നടപടി. കൂടുതൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്താണ് AMMA എന്ന സംഘടനയുടെ നിലപാട് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഈ അമ്മ സംഘടനയിൽ ഉള്ള ആളുകൾക്കെതിരെ, പ്രധാന സ്ഥാനങ്ങളിലിരുന്ന 2 പേർക്കെതിരെയാണ് നിലവിൽ ആരോപണം വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജയസൂര്യയും മണിയൻപിള്ള രാജുവും ഒക്കെ അടക്കമുള്ള ആളുകൾക്കെതിരെയും ആരോപണം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കുന്നു ആ സംഘടന എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മലയാള സിനിമയുടെ കാരണവന്മാർ എന്ന് പറയപ്പെടുന്ന താരങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നതും പരിശോധിക്കേണ്ടതുണ്ട്.